ഹലോ, അങ്ങനെ വീണ്ടും ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീറ്റ് വന്നതാണ്. നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഒരു സൺസ്ക്രീം ഇല്ലാതെ ഒരു കളിയില്ല. അപ്പോൾ സൺസ്ക്രീം നമ്മൾ 3 ഫിംഗർ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യൽ. അങ്ങനെ സൺസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നാകെ സ്പ്രെഡാക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ NYBൻ്റെ പ്രോസ്ട്രോപ്പ് ക്രീം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു ഗോൾഡ് ഷെയ്ഡാണ് വരുന്നത്. 3 in 1 ആണ്. ഹൈലൈറ്ററായിട്ടും മോയ്സ്ചറൈസറായിട്ടും പ്രൈമറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് ഹൈലൈറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ടെടുക്കാൻ കാരണം ഒന്നും കൂടി ഗ്ലോ വന്നോട്ടെ വെച്ചിട്ടാണ് മുഖത്ത് അവിടെ ഇവിടെയൊക്കെ കിട്ടി ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്ലോ ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിരികൊന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പിരികം എപ്പോഴൊന്നും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാറില്ല. എനിക്ക് ഓരോ ടൈമിലും ഓരോ മേക്കപ്പിനും ഓരോ മൂഡാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഞാൻ മേക്കപ്പ് ഇടാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും പിരികൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. പിരികം ഞാൻ എക്സ്ട്രാ ഷെയ്ഡ് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിക്കാനായിട്ട് എഴുതി കൊടുക്കാറ്. എനിക്ക് കട്ടിക്ക് എഴുതി കൊടുക്കണമെന്ന് ഒന്നും കൂടി ഇഷ്ടം. ഐബ്രോമുള്ള എക്സ്ട്രാ വന്നതൊക്കെ നമുക്ക് സ്പൂലി ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. അതാവുമ്പോൾ കട്ട പിടിച്ചതൊക്കെ വൃത്തിയാക്കി കിടന്നോളും. നെക്സ്റ്റ് ഞാൻ കണ്ണിൻ്റെ മുകളിലൊരു ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. ഐ ഷാഡോ പാലറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ലിപ്സ്റ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ കേട്ടോ എൻ്റെ ഐ ഷാഡോയും. അങ്ങനെ ഇതിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. കൈയാണ് ഏറ്റവും നല്ലത് സ്പ്രെഡ് ചെയ്യാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കൈയായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി വൃത്തി കിട്ടുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് നേരത്തെ കണ്ട NYBൻ്റെ സ്ട്രോപ്പ് ക്രീം ഒന്ന് മേലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ കണ്ണൊന്നും കൂടി എടുത്ത് നിൽക്കും, ഒന്നും കൂടി ഗ്ലോ തോന്നിക്കും. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതി കൊടുക്കാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവൻ്റ് ഐലൈനറാണ്. ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഐലൈനറാണ്. ഭയങ്കര രസമാണ് ഐലൈനർ. ഇതിൻ്റെ അപ്ലിക്കേറ്റർ ആയാലും ഭയങ്കര സ്മൂത്താണ് നമുക്ക് യൂസ് ചെയ്യാൻ. എനിക്ക് വാലിട്ട് കണ്ണെഴുതണം കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളും ഒരേപോലെ ആവണമെന്നില്ല. എന്നാലും വേണ്ടില്ല തട്ടിക്കൂട്ടിയിട്ടാണെങ്കിൽ ഞാൻ കണ്ണ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. ഇനി ഐലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ തന്നെ കണ്ണൊന്ന് പ്രത്യേക ഭംഗി കാണാൻ. അതിന് ശേഷം നമുക്ക് മസ്കാറ ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ മസ്കാറ കേട്ടോ. ഇത് നല്ല മസ്കാറ തന്നെയാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 കണ്ണിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തത് ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ചില സമയത്ത് മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപ്പറ ഫൗണ്ടേഷനെ വാരി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡർ ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേമാതിരി ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു കവറേജ് ഒക്കെ കിട്ടുള്ളൂ. ഇനി ഒന്ന് കവിള് ചുവന്ന് കൊടുക്കാൻ വേണ്ടി നമുക്ക് ബ്ലഷ് ഇട്ടെടുക്കാം. ഞാൻ അവിടെ എടുത്തിട്ടുള്ള ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡസ്റ്റി റോസ്. നല്ല ഷെയ്ഡ് കേട്ടോ. ഡസ്റ്റി റോസ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമ്മൾ ഡസ്കി സ്കിന്നിനൊക്കെ നന്നായിട്ട് ചേരും. അങ്ങനത്തെ നല്ലൊരു ഷെയ്ഡാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫേസ് സ്കാനിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടെടുക്കാം. ഈ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ റീസെൻ്റ്ലി എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണിത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അടുത്ത ലിപ്സ്റ്റിക്ക് എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈലൈറ്റർ ഒന്നും കൂടി ഒന്ന് ബ്ലഷ് ഇട്ട ഭാഗത്തും നോസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഫേസ് ഗ്ലോ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാട്ടോ ഗൈസ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് ഷറാറാട്ടോ വെയർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഗൈസ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.